പിണറായി വിജയൻ്റെ മരുമകനും കൂടി ചേർന്ന് കേരളത്തിലെ ടൂറിസത്തിൻ്റെ പറുദീസയാക്കാൻ എന്താണ് ചെയ്തതെന്നുള്ളത് സംബന്ധിച്ച് ഒരു ഏകദേശ രൂപം എൻ്റെ പ്രേക്ഷകർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇനി നമുക്ക് ഈ ടൂറിസം കേന്ദ്രം ഒന്ന് കാണാം. സുഹൃത്തുക്കളെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 80കളുടെ രണ്ടാം പകുതിയിൽ അന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ ആക്കുളം ടൂറിസം കേന്ദ്രം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്തത്. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ അന്ന് കെട്ടിയതാണ്. അപ്പോൾ അന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു 10-200 ഏക്കർ വരുന്ന ഒരു ആക്കുളം കായലുണ്ട്. അപ്പോൾ ആക്കുളം കായലിനോട് ചേർന്ന് ഒരു കെട്ടിടം കെട്ടി ഇവിടെ ബോട്ട് സർവീസൊക്കെ നടത്തി അതിൻ്റെയൊക്കെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാക്കി ഈ ആക്കുളം ഈ ടൂറിസം കേന്ദ്രത്തിനെ മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിൻ്റെ മുന്നിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള ആക്കുളം കായലുണ്ടായിരുന്നു. അപ്പം ആക്കുളം കായലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമ്മളിപ്പം കാണുന്നത് അതുമായി ബന്ധപ്പെട്ട അന്ന് ബേക്കർ മോഡലിൽ ഒരു കെട്ടിടം 80കളുടെ രണ്ടാം പകുതിയിൽ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ അതെങ്ങനെയാണ് അത് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.